അസ്വദുൽ അൻസി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ കള്ളപ്രവാചകനാണ്, അവൻ പ്രവാചകനാണെന്ന് വാദിക്കുന്നവനാണ്. യമൻ എന്ന് പറയുന്ന നാട്ടിലാണ് അവന് കടന്നു വന്നത്. അവൻ അവിടെ നിന്ന് പറയുന്നു, ഞാനാണ് പ്രവാചകൻ, ഞാൻ അല്ലാഹുവിന്റെ നബിയാണെന്ന് പറഞ്ഞു വാദിച്ചുകൊണ്ട് നടക്കുകയാ. ആ സമയത്താണ് യമനിലുണ്ടായിരുന്ന അബൂ മൂസൽ ഖൗലാനി എന്ന് പറയുന്ന പണ്ഡിതനുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന ഈ പണ്ഡിതനുണ്ടല്ലോ, ആ പണ്ഡിതൻ ഇവൻ കള്ളപ്രവാചകനാണെന്ന് പറയുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാണ്, അവൻ അസ്വദിന്റെ സന്നിധിയിലേക്ക്, അസ്വദ് അതാ പ്രവാചകനാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അസ്വദിന്റെ മുന്നിലേക്ക് ഈ പണ്ഡിതനെ പിടിച്ചു കൊണ്ടുപോവുകയാ. കള്ളപ്രവാചകനായിട്ട് ഞാൻ പ്രവാചകനാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന അസ്വദ്, ആ അസ്വദ് കള്ളപ്രവാചകനാ, അവൻ അല്ലാഹുവിന്റെ റസൂലാണ്, പ്രവാചകൻ, അവൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോ ആ മഹാനായ അബൂ മൂസൽ ഖൗലാനി എന്ന് പറയുന്ന പണ്ഡിതനെ അസ്വദിന്റെ രാജാക്കന്മാരുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. ആ അവന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി, അവന്റെ അനുയായികളുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പടച്ചവനെ അവിടെ നിന്ന് ചോദിച്ചത് അസ്വദ് ചോദിക്കുകയാ, ആ മഹാനവറുകളോട് അസ്വദ് ചോദിക്കുകയാ, അത്തശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? അസ്വദ് അവിടെ നിന്ന് ചോദിക്കുകയാണ്. ചുറ്റുഭാഗത്ത് മുഴുവനും തന്റെ അനുയായികൾ നിൽക്കുകയാണ്. ആ സമയത്താണ് മഹാനായ അബൂ മൂസ തങ്ങള് അവിടെ നിന്ന് ചോദിക്കുകയാ, നീ എന്താടാ പറയുന്നത്? നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലടാ. നീ പ്രവാചകനാണെന്ന് പറയുകയാണോ? എങ്കിലും പ്രവാചകനാരാ? അത്അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ കള്ളനാടാ, നീ കള്ളനാടാ, നീ കള്ളത്തരം പറയുന്നവനാടാ. ആരാ യഥാർത്ഥ പ്രവാചകൻ എന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ മുത്തുനബിയാടാ, എന്റെ മുത്തുനബിയാടാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോ അസ്വദിന്റെ അനുയായികൾ വന്ന് പിടിച്ചു കെട്ടുകയാണ്. പഠിപ്പിച്ച കമ്പികൾ തന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയാ. എന്നിട്ട് പറഞ്ഞു, പറയടാ, അസ്വദാണ് മുസ്തസവദാണ്, ഈ അസ്വദാണ് പ്രവാചകൻ എന്ന് പറയടാ. അല്ലാഹുവേ, എത്ര ക്രൂരമായ പീഡനങ്ങൾ ചെയ്തു. പഠിപ്പിച്ച കമ്പി തന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി. അവിടെ നിന്ന് പറഞ്ഞ്, എന്നെ കൊന്നാലും ഞാൻ പറയില്ലടാ, നീ കള്ളപ്രവാചകനാണ്. അവസാനം എന്റെ പ്രിയമുള്ളവര് അബൂ മൂസൽ അശ്അരി തങ്ങളെയുണ്ടല്ലോ, അതാ ഒരു തീ കത്തിക്കുകയാണ്, ഒരു തീ കത്തിക്കുകയാണ്. എന്നിട്ട് റബ്ബേ, ആ തീക്കകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ ത്തിലേക്ക് വലിച്ചെറിയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാണ്, ആ തീക്കകത്ത് കിടന്നു. പക്ഷേ അവിടെ നിന്ന് മരണപ്പെട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ മഹാനായ അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു തആല ആ തീക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുകയാണ്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രാജ്യം ഭരിക്കുന്ന സമയത്താണ്. അവിടുന്ന് രാജ്യം ഭരിക്കുമ്പോൾ അല്ലാഹുവേ, മദീനയിലേക്ക് കടന്നു വന്നു, മദീനയിലേക്ക് കടന്നു വന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ മനുഷ്യനെ കാണുമ്പോ അവിടെ നിന്ന് കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, മിമ്മനി റജുലു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? അദ്ദേഹം പറഞ്ഞു, മിൻ അഹ്ലിൽ യമൻ, ഞാൻ യമനിൽ നിന്ന് വരികയാണ്. ഉമർ ഇബ്നുൽ
ഈ മനുഷ്യന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോ മക്കത്ത് വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരിക? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ യമനിൽ നിന്ന് വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു യമനിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ചോദിച്ച ചോദ്യം, മാ ഹാലുല്ലദി അഹറഖുൽ കദ്ദാബു ബിന്നാർ. അവിടെ നിന്ന് ചോദിച്ച ചോദ്യം, കള്ളനായ അസ്വദ് തീയിലിട്ട് കരിക്കാൻ ശ്രമിച്ച ആ മഹാന്റെ നാട്ടിൽ നിന്നാണ് വരണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, കള്ളനായ കള്ളപ്രവാചകനെന്ന് വാദിച്ച അസ്വദ്, ആ അസ്വദിന് എതിരെ സംസാരിച്ച ആ മനുഷ്യനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അവരുടെ നാട്ടിൽ നിന്നാണ് നിങ്ങൾ വരണേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അദ്ദേഹം പറഞ്ഞു, ദാലിക അബ്ദുല്ലാഹി ഇബ്നു സൗബിൻ. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അത് അബ്ദുല്ലാഹി ഇബ്നു സൗബ എന്ന് പറയുന്ന ആളാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യന്റെ പരുങ്ങല് കണ്ടിട്ട്, അങ്ങനെയാണല്ലോ മഹാന്മാര്, അവര് പറയാറില്ല, അതങ്ങനെ പറയാറില്ല. ഞാനിപ്പോ തന്നെ മുത്തുപേട്ടയിൽ പോയപ്പോ ഒരു വലിയ മഹാനെ കണ്ടു. 24 മണിക്കൂറും ദിക്ർ, രാവിലെ സുബഹി മുതൽ ഇങ്ങനെ ദിക്ർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മനുഷ്യന്റെ അടുക്ക പോയിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യണേന്ന്. എന്നെ ഓടിക്കുക. കാരണം അങ്ങനെ യഥാർത്ഥത്തിൽ മഹാന്മാരങ്ങനെ അവരുടെ കാര്യങ്ങൾ അവർ വലിയവരാ, നമ്മളെ പോലെ ഫ്ലെക്സ് ഒന്നും വെക്കൂല. അവരങ്ങനെ പല കാര്യങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആ തീക്കകത്തിട്ട് കരിച്ച കള്ളപ്രവാചകനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ തീക്കകത്തിട്ട് കരിച്ച ആളുടെ നാട്ടിൽ നിന്നാണോ നിങ്ങൾ വരണേ? അപ്പൊ പറഞ്ഞു, അതെ, അത് ആ മനുഷ്യൻ പറയുകയാ, അദ്ദേഹത്തിന്റെ പേര് ദാലിക അബ്ദുല്ലാഹി ഇബ്നു സൗബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങളാണോ ആ മനുഷ്യൻ? അവിടെ നിന്ന് ചോദിച്ചു, അൻഷുദുക ബില്ലാഹി അൻത ഹുവ. അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുക, ആ മനുഷ്യൻ നിങ്ങളാണോ? ആ അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാ, ആ അസ്വദ് തീക്കകത്തിട്ട് കരിച്ച മനുഷ്യൻ നിങ്ങളാണോ? അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുമ്പോൾ അവസാനം ആ മനുഷ്യൻ പറയുന്നു, ഞാനാണ്. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കയ്യിൽ പിടിക്കുകയാണ്. ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പടച്ചവനെ കണ്ട ഉടനെ അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റ് കെട്ടിപ്പിടിക്കുകയാ, അവിടുന്ന് ബഹുമാനിക്കുകയാ, അവിടുന്ന് ആദരിക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും രണ്ടുപേരും കൂടെ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഇത്രയും വലിയ പദവിയിലെത്താൻ, ഇത്രയും വലിയ ഒരു സ്ഥാനത്തെത്താൻ, പച്ചയിറച്ചി പഠിപ്പിച്ച കമ്പിതന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി കുത്തിയെടുത്തപ്പോഴും നിങ്ങൾ പിടിച്ചു നിന്നല്ലോ, തീക്കകത്തിട്ട് കരിച്ചപ്പോഴും നിങ്ങൾ പിടിച്ചു നിന്നല്ലോ. ഇത്രയും വലിയ ഒരു ധൈര്യം വരാൻ, ഇത്രയും വലിയ ഒരു ഈമാൻ വരാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സൽക്കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത്? അല്ലാഹുവേ, അബൂബക്കർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അവിടുന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞാൻ ഇത്രയും വലിയ പദവിയിലെത്താനുള്ള കാരണം എന്തെന്നറിയോ? എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാ, എന്റെ ഹൃദയത്തിൽ തഖ്വയുള്ളത് കൊണ്ടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹില്ലദീ ലം യുംതിനി ഹത്താ അറാനി ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹീമ ഖലീലിർ റഹ്മാൻ. മഹാനായ ഉമർ
ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്തിനാണെന്നറിയുമോ? ഇബ്രാഹിം നബിയോട് ചെയ്യപ്പെട്ടതുപോലെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ചെയ്യപ്പെട്ട ആളിന് കാണിച്ചു തരുന്നതിന് മുമ്പ് എന്നെ മരിപ്പിച്ചില്ലല്ലോ അല്ലാഹ്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞല്ലോ. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴല്ലേ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, നബിയേ ഒന്ന് അനുവാദം താ നബിയേ, ഈ തീ ഞാൻ അണച്ചു കളയാ, ഈ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്താ, ഒന്ന് അനുവാദം താ നബിയേ. വേണ്ട ജിബ്രീൽ, നിന്റെ സഹായം എനിക്ക് വേണ്ട, എന്നെ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ. എന്തിനായി തീയ ഞാൻ ഭയപ്പെടുന്നത്? ഇതിനെ നിയന്ത്രിക്കുന്നത് നമ്രൂദല്ല, അല്ലാഹുവാ. നബി പറഞ്ഞ മറുപടി, ഈ കാണുന്ന തീയ നിയന്ത്രിക്കുന്നവൻ എന്റെ റബ്ബല്ലേ, എന്റെ റബ്ബല്ലേ, പിന്നെ എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? തഖ്വ ജീവിതത്തിൽ കടന്നു വന്ന അല്ലാഹനെ അല്ലാതെ പിന്നെ ആരെ പേടിക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുൽ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. 40 ദിവസം കഴിഞ്ഞ് തീക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ഇബ്രാഹിം നബിയുടെ ശരീരത്തിൽ ഒരു രോമം പോലും കരിഞ്ഞില്ലെന്ന് ചരിത്രം പറയുമ്പോ, അതുപോലെയല്ലേ പടച്ചവന് അസ്വദ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, അവന് തീക്കകത്തിട്ട് കരിച്ചിട്ട് ജീവനോടെ വന്ന മനുഷ്യനല്ലേ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോലെ പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, തന്റെ അനുയായികൾ മുഴുവനും ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ അസ്വദ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, ഞാനാണ് പ്രവാചകൻ എന്ന് പറയടാ എന്ന് പറഞ്ഞപ്പോ അവന്മാരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു കൊണ്ട് നിന്നിട്ട്, എടാ നീ കള്ളനാടാ, നീ കള്ളപ്രവാചകനാടാ, യഥാർത്ഥത്തിൽ പ്രവാചകൻ ആരെന്നറിയുമോ? മുഹമ്മദ് റസൂലുള്ളാഹ്, അതെന്റെ മുത്തുനബിയാടാ എന്ന് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുറുകും കൈദുഹും ശൈആ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ജീവിതത്തിലേക്ക് തഖ്വ കടന്നു വന്നാൽ എല്ലാ ശത്രുക്കളും അവനെ അല്ലാഹു ഭയപ്പെടുകയാണ്, എല്ലാ ശത്രുക്കളും അവനെ ഭയപ്പെടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എല്ലാരും പിടിച്ചു നിർത്തിയിട്ട് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ഇങ്ങനെ കുത്തി എടുക്കാ. പറയടാ ഞാനാ നബി, അല്ലടാ നീ എന്ത് വേണേലും ചെയ്തോ. മഹാനായ സയ്യിദന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മരുഭൂമിയിൽ മലർത്തിക്കടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ തല്ലി ചതയ്ക്കാ. ഒന്നീ നീ കാഫിറായിട്ട് ചാകണം, അല്ലെങ്കിൽ നീ മതത്തിൽ നിന്ന് തിരിച്ചു വരണം. ഒന്നീ നീ പഴയ മതത്തിലേക്ക് വരണം, ഇല്ലെങ്കിൽ ഇവിടെ കടന്നിട്ട് നീ ചാവണമെന്ന് പറഞ്ഞ് തല്ലുമ്പോഴും ബിലാല് തങ്ങൾ പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അതാ ഈമാൻ. നമ്മളെ എങ്ങാണ് അങ്ങനെ നിർത്തിയിട്ട് ഒന്ന് തല്ലണ്ട, കയ്യും കാലും കെട്ടണ്ട, ഒരു വഴിയെടുത്തോണ്ട് വന്നാ മതി, കണ്ടം വഴി ഓടുന്ന കാണാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാനതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില ഈമാനുള്ള ആൾക്കാരെങ്ങട്ട് 10 പേരൊന്നും വേണ്ട, ഒരുത്തം മതി. നല്ല താടിയും തഴമ്പുള്ള ഒരു വാപ്പ എങ്ങനെ അങ്ങോട്ട് നിന്നാ മതി, മുട്ടിടിക്കും. അത് അള്ളയല്ലേ പറഞ്ഞ് ഇടിപ്പിക്കുന്നു, അള്ളയല്ലേ പറഞ്ഞത്. ഇവരൊക്കെ വഴുത് പറയാറുണ്ടല്ലേ, മൈക്ക് കിട്ടുമ്പത്തേ പറയും മൂക്കി കയറ്റും, വായി കയറ്റും, ചെവി കയറ്റും എന്ന് പറയാനേ പറ്റൂ. കേറ്റൂല. കാരണം എന്തേ? ഈ പറയുന്നവനും നമ്മളെ പേടിയാ, ഈ പറയുന്നവനും പേടിയാ. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു നോക്ക്, ഓടുന്ന കാണാം. നമ്മരെല്ലാം കൂടെ നമ്മൾ എന്തോ ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഓടുന്ന കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ മാത്രം ഭയന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നമ്മളെ ഭയക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നമ്മളിങ്ങനെ ചിലരൊക്കെ പറയാറുണ്ടല്ലോ, പാമ്പൊക്കെ നീ നിന്റെ പണി നോക്കിയപ്പോ നീ അള്ളാടെ സെട്ടി, ഞാനും എൻ്റെ. ഒരാള് വീട്ടിലിരിക്കുമ്പോ ഒരു നല്ല ഈമാനുള്ളൊരു പഴയ ആള് വീട്ടിൽ പാമ്പ് കയറി വന്നപ്പോ എല്ലാരും ഓടുക.
വീട്ടിൽ പാമ്പ് കയറി വന്നപ്പോ എല്ലാരും ഓടാ. ഈ മനുഷ്യൻ അവിടെ തന്നെ ഇരുന്നിട്ട് പറയുന്നു, നീ അള്ളാന്റെ സൃഷ്ടി, ഞാനും അള്ളാന്റെ സൃഷ്ടി, ഞാനും അള്ളാഹ്ക്ക് പാത്തിന്ന് നീയും ചെയ്യുന്നു. കൊത്താൻ വെച്ചിട്ട് കൊത്തിയില്ലെങ്കിൽ നിന്റെ പണി നോക്കിപ്പോ. എന്താ പറഞ്ഞ? നീ ഒരു പാമ്പ് വീടിന്റെ അകത്ത് കയറി വന്നപ്പോ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കാ, പാമ്പിനോടാ പറയണേ, നമ്മൾ രണ്ടുപേരും അള്ളാഹുവിന്റെ സൃഷ്ടികളാ. അപ്പൊ എന്നെ കൊത്താൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൊത്തിക്കോ, ഇല്ലെങ്കിൽ നിന്റെ പണി നോക്കി പോകാൻ. നമ്മളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് വെക്കുക. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ തഖ്വ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം, നീ ആരെയും ഭയപ്പെടണ്ട, നിന്നെ എല്ലാണോ പേടിക്കും. അള്ളാഹു അങ്ങനെയുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു കാലം വരും. അള്ളാഹു നമുക്ക് ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. നിർത്താറായോടാ? നിർത്താറായോ? 10 മണിയല്ലേ ആയുള്ളൂ. എത്ര മണിക്കാട്ടെ? 11:30. ഇവിടുന്ന് അവിടെ വരെ 1/2 മണിക്കൂർ പോരെ? ഭക്ഷണം കഴിക്കണമില്ലേ? അപ്പൊ 10:30 നിർത്താം. ഇൻഷാ അല്ലാഹ് 10:30 നിർത്താം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നജാതു മിനശ്ശദാഇദി, പ്രതിസന്ധികളുടെ സമയത്ത് അള്ളാഹു നിനക്ക് രക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുകയാണ്, വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ഖുർആനാ പറഞ്ഞത്, ഞാനല്ല, അള്ളാഹുവാണ് പറയുന്നത്. ഏത് പ്രതിസന്ധി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നിനക്കുള്ള രക്ഷ അള്ളാഹു തരും. നീ ആരെയും ഭയപ്പെടണ്ട, നീ ഒരാളെയും പേടിക്കണ്ട, ഒരു പ്രതിസന്ധിയെയും നീ ഭയപ്പെടണ്ട. കയറെടുത്ത് ആത്മഹത്യക്ക് തയ്യാറാകണ്ട, മക്കളെ കൊല്ലാൻ തയ്യാറാകണ്ട. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, കടമാകട്ടെ, ദുരിതമാകട്ടെ, രോഗമാകട്ടെ, ഈ ലോകം മുഴുവനും നിനക്കെതിരെ തിരിഞ്ഞാലും അല്ലാഹു നിനക്ക് സംരക്ഷണം തരികയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമകനാണ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് സഹാബി? സയ്യിദ് ഇബ്നു ഹാരിസ. ഈ പേര് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പേര് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? പറ മനുഷ്യന്മാരെ. സയ്യിദ് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന ഈ സഹാബിയുടെ പേര് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? കുറെ കാലം മുമ്പ് ഞാൻ നിങ്ങളടുത്തൊരു ചോദ്യം ചോദിച്ചു. ഖുർആനിൽ അള്ളാഹു ഒരു സഹാബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു സഹാബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സഹാബിയാ? ഇപ്പൊ പേര് പറഞ്ഞതുകൊണ്ടല്ലേ ഓർമ്മ വന്നേ, അല്ലെങ്കിൽ പിഴുന്നേനെ. ഈ സഹാബിയുടെ പേരാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. പറയാനുള്ള കാരണം എന്താ? അത് പിന്നീട് നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകാം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലിയാരി തങ്ങൾ, ഇവരാരും പേരുണ്ടോ ഖുർആനി? ഉണ്ടോ? പക്ഷെ ഈ ചങ്ങാതിയുടെ പേര് മാത്രമുണ്ട്. അപ്പൊ അള്ളാഹ് വെറുതെ പറയോ? വെറുതെ പറയോ? പറയാനുള്ള കാരണം അതൊരു ദിവസത്തെ വഴല. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പ്രവാചകന്റെ വളർത്തുമകനാ, ഈ വളർത്തുമകനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് യാത്ര പോകുമ്പോ കൂടെ ഒരു മുനാഫിഖ് കൂടി. ഒരു മുനാഫിക്കായ ഒരു മനുഷ്യനോടൊപ്പമാണ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു യാത്ര പോകുന്നത്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കും. മുസ്ലിമിനെ പോലെ ചിലപ്പോൾ തഴമ്പും താടിയെല്ലാം കാണും, അങ്ങനാണല്ലോ. പക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചില ഗുണങ്ങൾ കാണുമ്പോൾ അറിയാം മുനാഫിക്കാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവർ, അപ്പൊ ഈ മുനാഫിക്കായ മനുഷ്യന്റെ കൂടെ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു യാത്ര പോയി. അവിടെ നിന്ന് യാത്ര പോയി അവസാനം ഒരു വഴിയോരത്ത് യാത്രയിൽ അവസാനം ഇവരൊന്ന് റെസ്റ്റ് എടുക്കാൻ കയറി. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനും കൂടെ റെസ്റ്റ് എടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമകനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു നല്ല ഉറക്കവാ. അവിടെ നിന്ന് ഉറങ്ങി എന്ന് മനസ്സിലായപ്പോ തന്റെ കൂടെ വന്ന ഈ മുനാഫിക്കായ മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊല്ലുന്നതിന് വേണ്ടി വാളെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമകനെ കൊല്ലുന്നതിന് വേണ്ടി അവിടെ നിന്ന് വാളെടുത്തുകൊണ്ട് കൊല്ലാൻ പോയപ്പോഴത്തേക്ക് സഹാബി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അവിടെ നിന്ന് ഞെട്ടി ഉണർന്നു. ഈ മനുഷ്യനോട് ചോദിച്ചു, ലിമ തഖ്തുലുനി, നീ എന്തിനാ എന്നെ കൊല്ലാൻ പോണേ?
സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നീ എന്തിനാ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് യാത്ര വന്നവർ, ഞാൻ കിടന്നുറങ്ങുമ്പോ നീ വാളെടുത്തിട്ട് എന്നെ കൊല്ലാൻ പോകുന്നല്ലോ, നീ എന്തിനാടാ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ, ഇന്ന മുഹമ്മദുൻ യുഹിബ്ബുക വ അന അബ്ഗളുഹു. അവിടെ നിന്ന് പറയുന്നു, നീ മുഹമ്മദ് നബിയെ വല്ലാതെ സ്നേഹിക്കുന്നു, ഞാൻ മുഹമ്മദിനെ വെറുക്കുന്നു. നിന്നെ ഞാൻ കൊല്ലാനുള്ള കാരണം മുഹമ്മദ് നബിയെ നീ വളരെയധികം സ്നേഹിക്കുന്നു, ഞാൻ മുഹമ്മദിനെ വെറുക്കുന്നു, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നത്. മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിളിച്ചു, യാ റഹ്മാനു അഹ്സിനി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ പടച്ചവനെ, എന്നെ നീ സഹായിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്ന മനുഷ്യൻ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും കെട്ടിവെച്ചിട്ടാ ഇവൻ കൊല്ലാൻ പോയെ. അത് കാരണം പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പൊ ചോദിച്ചു, നീ എന്തിനാ എന്നെ കൊല്ലാൻ തയ്യാറായത്? നീ മുഹമ്മദിനെ സ്നേഹിക്കുന്നു, ഞാൻ മുഹമ്മദിനെ വെറുക്കുന്നു, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നത്. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, യാ റഹ്മാനു അഗ്സിനി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ പടച്ചവനെ. ഈ മനുഷ്യന്, ഈ മുനാഫിക്കായ മനുഷ്യന് വാളെടുത്തിട്ട് കൊല്ലാൻ വേണ്ടി വാളങ്ങിട്ട് വെട്ടാൻ ഓങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, അവര് കിടക്കുന്ന റൂമിന്റെ വെളിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, വൈഹക ലാ തഖ്തുലു, നിനക്ക് നാശം, നീ കൊല്ലരുത്. അവിടെ നിന്ന് മുനാഫിക്കിനോട് ആരോ വിളിച്ചു പറയുകയാണ്, നിനക്ക് നാശമാടാ, നീ കൊല്ലരുത്. ഈ മനുഷ്യൻ പടച്ചവരെ വീടിന്റെ വെളിയിൽ ഇറങ്ങി നോക്കി, ആരാണിത് പറയുന്നത്? ആരെയും കാണുന്നില്ല. രണ്ടാമതും വീടിന്റെ അകത്ത് കയറി വാളെടുത്തിട്ട് സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങളെ വെട്ടാൻ വാളോകുമ്പോ അപ്പോഴും വിളിച്ചു പറയുന്നു, വൈഹക, നിനക്ക് നാശമാടാ, നീ കൊല്ലരുത്. പടച്ചവരെ മൂന്നാമത്തെ പ്രാവശ്യം വീടിന്റെ വെളിയിലിറങ്ങിയിട്ട് അകത്ത് കയറി മൂന്നാമതും കൊല്ലാൻ വാളെടുക്കുമ്പോ അപ്പോഴും വിളിച്ചു പറയുകയാണ്, പുറത്തു നിന്ന് ഇങ്ങനൊരു ശബ്ദം കേൾക്കുകയാ, കൊല്ലരുത്, നിനക്ക് നാശമാണ്. അല്ലാഹുവേ, ആ മുനാഫിക്കായ മനുഷ്യനുണ്ടല്ലോ, ഇതാരാ പറയുന്നത് എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഞെട്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരാള് കുതിരപ്പുറത്തിരിക്കുന്നതായി കണ്ടു. പെട്ടെന്ന് അമ്പ് വന്ന് തറയ്ക്കുകയാണ്. മുനാഫിക്ക് പിടഞ്ഞ് താഴെ വീണു. സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങളെ കൊല്ലാൻ നിന്നവന് പിടഞ്ഞ് താഴെ വീണ് ചത്തുപോവുകയാ. അല്ലാഹുവേ, അവസാനം ആ കുതിരയുടെ മുകളിൽ ഇരുന്ന മനുഷ്യരുണ്ടല്ലോ, ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകന്റെ കൈകാലുകൾ അടിച്ചു വിടുകയാണ്, അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാ, അമാ തഅരിഫുനി അന ജിബ്രീൽ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ആരാണെന്നറിയോ, ഞാൻ ആരാണെന്നറിയോ, ഞാനാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, തഖ്വ ജീവിതത്തിൽ കൊണ്ടുനടന്ന അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും വല്ലാതെ സ്നേഹിച്ചിരുന്ന സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, ആ സ്വഹാബിയോട് പറയുകയാ, ഞാനാണ് ജിബ്രീൽ, ഞാനാണ് ജിബ്രീൽ. ദഅവതു അവ്വലൻ കുന്തു മിനസ് സമാ ഫിസ് സമാഇ സാബിയാ. നീ ആദ്യം വിളിക്കുമ്പോ ഞാൻ 7ാം ആകാശത്തിൽ നിൽക്കുകയാ. ഒന്നാമത് നീ വിളിച്ചപ്പോ ഞാൻ 7ാം ആകാശത്തിൽ നിൽക്കുകയാ. അല്ലാഹു എന്നോട് വിളിച്ചു, ജിബ്രീലെ, എത്രയും പെട്ടെന്ന് പോയിട്ട് നീ രക്ഷപ്പെടുത്ത്. ഒന്നാമത് വിളിച്ചപ്പോ ഞാൻ 7ാം ആകാശത്തിൽ നിൽക്കുക. രണ്ടാമത്തെ വിളി വിളിച്ചപ്പോ 1ാമത്തെ ആകാശത്തിൽ നിൽക്കുക. 3ാമത്തെ വിളി വിളിച്ചപ്പോ ഞാൻ വീടിന്റെ മുന്നിൽ വന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആര് സഹായിച്ചു? അല്ലാഹ് സഹായിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ പറഞ്ഞത്, തഖ്വ കടന്നു വന്ന നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹയെ വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കേണ്ട രീതി വിളിച്ചാൽ അല്ലാഹ് വരും. വിളിക്കേണ്ട രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാട മോന്റെ പേരല്ല പറഞ്ഞത്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഈ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ കൂടപ്പിറപ്പുകൾ മുഴുവനും കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റി കൊണ്ടിട്ടു. പൊട്ടക്കിണറ്റിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞു. യൂസുഫ് നബിയെ തന്റെ കൂടപ്പിറപ്പുകൾ കിണറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇട്ടപ്പോ യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ മകൻ, അതാ വാപ്പ ചെറുപ്പത്തിലെ നല്ല ഇൽമു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറ്റിൽ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ചു, അല്ലാഹുവേ, അല്ലാഹുവേ.
പടച്ചോൻ, എനിക്ക് നീ അല്ലാതെ ആരുമില്ല. അള്ളാഹും അവിടെ നിന്ന് പറഞ്ഞു, പടച്ചോനെ എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ടെൻഷൻ അനുഭവിച്ച 3 അവസരമുണ്ട്. 3 അവസരത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ടെൻഷൻ അനുഭവിച്ചത്. അതിലെ ഒന്നാമത്തെ സമയം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിൽ നിന്ന് കൂടപ്പുറപ്പ് താഴേക്ക് ഇട്ടപ്പോഴാ, ആ കിണറ്റിലേക്ക് താഴുമ്പോഴാണ് ആര് വിളിക്കുന്നത്? യൂസുഫ് നബി അള്ളാഹിനോട് വിളിച്ചത്. ഉടനെ അള്ളാഹ് വിളിച്ചിട്ട് പറഞ്ഞു, യൂസുഫിനെ കിണറ്റിന്റെ താഴെ വീഴുന്നതിന് മുമ്പ് പോയി രക്ഷിക്കണം, കിണറ്റിന്റെ താഴെ വന്ന് വീഴുന്നതിന് മുമ്പേ രക്ഷപ്പെടുത്തണം. 7-ാം ആകാശത്തിൽ നിൽക്കുമായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. അവിടെ നിന്ന് പറന്ന് ആ കിണറ്റിന്റെ അടിയിലെത്താൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. യൂസുഫ് നബി താഴെ വന്ന് വീഴുമ്പോൾ 2 കൈകൊണ്ട് ഇങ്ങനെ താങ്ങിയെടുത്തിട്ട് ചെറിയ ഒരു പാറയുടെ മുളി ഇരുത്തിയിട്ട് പറഞ്ഞു, യൂസുഫെ, അല്ലാഹ് ഉണ്ട്, നീ പേടിക്കണ്ട, അല്ലാഹ് ഉണ്ട്, നീ പേടിക്കണ്ട, അവിടെ നിന്ന് സമാധാനിപ്പിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഏത് പ്രയാസത്തിന്റെ നടുവിലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ, അള്ളാഹിനെ കുറിച്ചുള്ള ഭയം നമുക്കുണ്ടെങ്കിൽ, അള്ളാഹ് നമ്മളെ കൈവിടൂല, അള്ളാഹ് നമ്മളെ കൈവിടൂല. അത് സാമ്പത്തിക കച്ചവടം ഇല്ലേ, പോട്ടെ, നഷ്ടമാണോ, പോകട്ടെ. എത്ര വലിയ പ്രയാസം വന്നാല് എന്തിനാ ചങ്ങാതി ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബി നിനക്കറിയോ? ഒറ്റ ഒരു ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബി. നമ്മളൊക്കെ സാമ്പത്തികത്തിന്റെ പ്രയാസം പറഞ്ഞുകൊണ്ട് കച്ചവടമില്ല, എല്ലാം നഷ്ടത്തിലാ ഉസ്താദേ, തിന്നാനില്ല, കുടിക്കാനില്ല, ധരിക്കാനില്ല, പ്രയാസം, ആവലാതി, പരാതി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ സാലിം ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. സാലിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ ചരിത്രം നിങ്ങൾക്കറിയുമോ? അല്ലാഹുവേ, ഒരു നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിലാണ് കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോകുന്നത്. മഹാനായ സാലിം ഇബ്നു ഔഫ് ഇബ്നു മാലിക് അൽ-അസ്ജഈ റളിയല്ലാഹു തആല അൻഹു, ഈ സാലിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അതാ കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് അവർ കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, പിതാവ് തന്റെ പൊന്നാര മകനെ കാണാതെ വന്നപ്പോ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുപോയി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നുപോയി. സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, കച്ചവടം മുഴുവനും നഷ്ടത്തിലായവർ, പണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി തേടുന്നവർ, നിങ്ങൾക്ക് വേണ്ടിയാ ഇത് പറയുന്നത്. എന്തിനാ പലിശ കച്ചവടം നടത്തുന്നത്? എന്തിനാണ് കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ പണമുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചരിത്രം പറയുന്നത്. റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ്. കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, സാലിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പിതാവുണ്ടല്ലോ, മകനെ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നുപോയി. എന്റെ പൊന്നുമോനെ കാണുന്നില്ല നബിയേ, സാലിമിനെ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പോയി പരാതി പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് അവിടെ തന്റെ പൊന്നാര മകനെ കാണാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് പരാതി പറയുകയാണ്, കരഞ്ഞുകൊണ്ട് പരാതി പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വഖുസിറൂ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുത്തുനബിയാണ്, നബിയേ എന്റെ പൊന്നുമോനെ കാണുന്നില്ല നബിയേ, എന്റെ പൊന്നുമോനെ കാണാനില്ല നബിയേ. എന്റെ പരാതി പറഞ്ഞ പിതാവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയേൽപ്പിക്കൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. എന്നിട്ട് പറയുകയാണ്, വഖുസിറൂ വഖുസിറൂ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, വീടിനകത്ത്
പോയിരുന്ന പിതാവ് പറയുകയാണ്, വീടിന്റെ അകത്തിരുന്ന പിതാവ് പറയുകയാണ്, പാതിരാത്രിയായി തന്റെ പൊന്നുമകനെ കാണാതെ വാപ്പയും അമ്മയും വീടിന്റെ അകത്തിരുന്ന് വല്ലാത്ത പ്രയാസമാ, വല്ലാത്ത വേദനയാണ്. വീടിന്റെ അകത്തിരിക്കുമ്പോ വീടിന്റെ വെളിയിൽ വല്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാണ്. വീടിന്റെ വെളിയിൽ വല്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാ. ആരോ വീടിന്റെ വാതിലിൽ മുട്ടുകയാണ്, ആരോ വീടിന്റെ വാതിലിൽ മുട്ടുകയാണ്. അല്ലാഹുവേ, വാപ്പ ചെന്ന് വാതിൽ തുറക്കുമ്പോ തന്റെ പൊന്നാര മകന് സാലിമാണ്, തന്റെ പൊന്നാര മകന് സാലിമാണ്. വാപ്പ വീടിന്റെ മുന്നിലേക്ക് നോക്കുമ്പോ അതാ ഒട്ടകങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. വീടിന്റെ വാതില് തുറന്നു നോക്കുമ്പോ കാണാതെ പോയ പൊന്നുമകന് വീടിന്റെ മുന്നിലുണ്ട്, വാതിലിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പടച്ചവരെ, വീടിന്റെ മുൻപിൽ മുഴുവനും ഒട്ടകങ്ങൾ നിരന്നു നിൽക്കുകയാ. ഒരെണ്ണമല്ല, 50 100 ഒട്ടകങ്ങള്. പടച്ചവനെ, വീടിന്റെ മുൻഭാഗം മുഴുവനും ഒട്ടകങ്ങൾ ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. പിതാവ് തന്റെ പൊന്നാര മകനെ കണ്ടപ്പോ അവനങ്ങ് കെട്ടിപ്പിടിക്കുന്ന, മോനെ സാലിമേ, എന്ത് പറ്റിയടാ പൊന്നുമോനെ? മകനവിടെന്ന് പറയുകയാണ്, വാപ്പാ, എന്നെ കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയി. കാണാതായ സാലിം എന്ന് പറയുന്ന മകൻ, ആ മകനെ കാണാത്ത വിഷമത്തിൽ വാപ്പായും ഉമ്മായും വീടിന്റെ അകത്ത് കിടക്കുമ്പോ രാത്രി വീടിന്റെ വാതിൽ വീടിന്റെ വാതിൽ മുട്ടി. വാപ്പ ഇങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോ മോൻ നിൽക്കുന്നുണ്ട്. വീടിന്റെ മുന്നിൽ 100 ഒട്ടകങ്ങൾ നിൽക്കുക. 100 ഒട്ടകങ്ങൾ ഇങ്ങനെ സാധനങ്ങളും ചുമന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ വാപ്പ വെച്ച്, നീ എവിടെ പോയിരുന്നടാ? വാപ്പ, എന്നെ കൊള്ളക്കാര് പിടിച്ചോണ്ടുപോയി. അവസാനം അവന്മാരെല്ലാവരും കള്ളു കുടിച്ചു ഉറങ്ങണ സമയത്ത് കെട്ടിയവന്മാർക്കൊക്കെ 4-5 എണ്ണവും കൊടുത്തിട്ട് ഈ സാധനം മുഴുവനും ഞാനിഞ്ഞു കൊണ്ടുവന്നു. എന്താ പറഞ്ഞ? സാലിം റളിയല്ലാഹു തആല പറയാ, കൊള്ളക്കാരനെ പിടിച്ചു, അവസാനം എല്ലാം കള്ളും കുടിച്ചിട്ട് മത്തുകെട്ടിട്ട് കിടക്കണ സമയത്ത് കെട്ടിയവന്മാർക്കൊക്കെ 5-6 എണ്ണം കൊടുത്തിട്ട് അവിടെ നിന്ന സർവ്വതും എല്ലാം ഞാനിഞ്ഞു കൊണ്ടുവന്നു. അല്ലാഹു അഅലം. പടച്ചവനെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക. ആ പിതാവ് പറഞ്ഞു, ഇതൊന്നും ഇവിടെ നിർത്താൻ പറ്റൂല, ഇതൊന്നും നമ്മുടെതല്ല, ഇതെല്ലാം വീടിന്റെ പുറത്തിറക്ക്. ഉമ്മ പറയും വീടിന്റെ അകത്ത് കയറ്റി വെക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ ചോദിക്കേ, അതാണ് വാപ്പ. മഹാനായ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ പറഞ്ഞു, മക്കളെ, ഇതൊന്നും ഇവിടെ പറ്റൂല. അപ്പൊ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഇത് നമുക്ക് അനുവാദമുള്ളതാ വാപ്പ, എനിക്ക് കിട്ടിയതാ വാപ്പ. മോൻ പറഞ്ഞപ്പോ പറഞ്ഞു, പറ്റൂല, നബിയോട് മസ്അല ചോദിച്ചിട്ട് ഇത് വേണ്ടി തീരുമാനിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മസ്അല ചോദിച്ചിട്ട് മതി. അപ്പൊ പെണ്ണുമ്പിള്ള പറഞ്ഞു, ഈ രാത്രി ഇറക്കി വിടണ്ട, ഇവിടെ നിർത്തിക്കൊള്ളാൻ. പെണ്ണുങ്ങളുടെ സ്വഭാവം കേട്ടോണം. ഭർത്താവിനോട് പറയാം, എന്താ രാത്രിയിൽ അവിടെ നിന്നോട്ടെ, ഇനി ഇറക്കി വിടണ്ടല്ലോ, രാവിലെ അല്ലേ നബിയോട് ചോദിക്കാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വാപ്പ ചെന്നിട്ട് ചോദിച്ചു, നബിയെ, മോൻ വന്നപ്പോ ഒരു 100 ഒട്ടകവും കുറച്ച് സാധനങ്ങളുമായിട്ടാ വന്നേ, എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ ഹൗലയുടെ പ്രതിഫലമായി എടുത്തുകൊള്ളാൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തിന്റെ പ്രതിഫലം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആ ദിക്ർ പറഞ്ഞതിന്റെ പ്രതിഫലവാ. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ പണം ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പ് കിട്ടിയില്ലേ? പണം ഉണ്ടാക്കാൻ ലാ ഹൗല പറഞ്ഞോ, അല്ലാഹു തരും. ലാ ഹൗല പറഞ്ഞോ, 99 രോഗങ്ങൾക്കുള്ള മരുന്നല്ലേ. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്ർ അങ്ങോട്ട് പറ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാണ്, തഖ്വ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്നാമത്തെ പ്രതിഫലം, നീ ഒരു മനുഷ്യനെയും ഭയപ്പെടണ്ട. 2, യജ്അൽ ലഹു മഖ്റജാ.
അല്ലാഹുവേ തഖ്വ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഏത് പ്രതിസന്ധികളിലും നിന്നും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുകയാണ്. മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് മുത്തുനബി പറയുകയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തഖ്വ കടന്നു വന്നാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ ശത്രുക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു നിന്നെ കുറിച്ചുള്ള ഭയം കൊടുക്കും, നീ അല്ലാഹനെ ഭയന്നാൽ. രണ്ട് എത്ര വലിയ പരീക്ഷണത്തിന്റെ സമയത്തും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. അല്ലാഹു എത്ര വലിയ പ്രയാസത്തിന്റെ സമയത്തും നിനക്കൊരു വഴി തുറന്നു തരും, നിന്നെ രക്ഷപ്പെടുത്തും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.